വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു DIY ആയിട്ടാണ്. വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ്. അപ്പൊ നിങ്ങൾ ഓടിപ്പോയി എടുത്തോണ്ട് വരിക. ഒരൈറ്റം എടുക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഒരാൾ ചിലപ്പോൾ തല്ലി ഓടിക്കും. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടാക്കി എടുത്തോണ്ട് വരാം. ഇവിടുത്തെ ഒരാൾ തല്ലി ഓടിക്കുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിട്ട് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഈ വീഡിയോ ഇടുന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ ഗീയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഗീ നമ്മൾ അടുക്കളയിൽ പോയി കട്ടെടുത്തോണ്ട് വരിക. ഗീനെ നമ്മൾ പറയുക ക്ലാരിഫൈഡ് ബട്ടർ എന്നാണ് വിളിക്കുക. ഇതിൽ ധാരാളമായിട്ട് omega-3 എന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഗീയിൽ ADE എന്ന് പറയുന്ന വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങി. നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പെട്രോളിയം ജെല്ലി. ഈ പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞാൽ റിച്ച് മോയ്സ്ചറൈസേഷനാണ് നൽകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനുള്ള ഒരു ടെക്നിക്കുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഹോട്ട് വാട്ടറാണ്. ഈ ഹോട്ട് വാട്ടറിൽ നമ്മളിത് ഇറക്കി വെക്കാൻ പോകുന്നത്. നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഒരിക്കലും തിളപ്പിക്കുകയൊന്നും ചെയ്ത് ഇത് അൺയൂണിഫോം സ്റ്റൈലിലാണ് നമ്മളിത് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് നമ്മൾ രണ്ട് മിക്സും കൂടി നമ്മൾ ഇതുപോലെ ഹോട്ട് വാട്ടറിലോട്ട് ഇറക്കി വെക്കും. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ നമ്മളിങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഈ സാധനം നന്നായിട്ട് മെൽറ്റാവും. രണ്ടും കൂടെ നന്നായി മെൽറ്റാവും. അപ്പോൾ നമ്മളിങ്ങനെ മെൽറ്റായി ഈ സാധനം ഇതുപോലെയാണ് കാണാനുണ്ടാവുക. മെൽറ്റായി അപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വൈറ്റമിൻ E ടാബ്ലറ്റ് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഇതാണ് ആ ടാബ്ലറ്റ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയുള്ള മോയ്സ്ചറൈസർ ആയതുകൊണ്ട് വളരെ സൂപ്പറായിട്ട് ഡ്രൈ സ്കിന്നൊക്കെ മാറാൻ സഹായിക്കും. ഇത് നമ്മൾ പഴയ രീതിയിൽ ഉണ്ടാക്കണ ഒരു മോയ്സ്ചറൈസർ അല്ല, മറ്റേ കുറേ രീതിയിൽ വെള്ളമൊഴിച്ച് ഇളക്കി ഉണ്ടാക്കണ മോയ്സ്ചറൈസർ അല്ല. ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വാഷ് ചെയ്തെടുക്കുന്ന മോയ്സ്ചറൈസറിൻ്റെ പോലെയല്ല. അപ്പോൾ ഇത് നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബേബി സ്കിന്ന് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇത്ര ഓയിലി സ്കിന്നുകാരൊന്നും ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ.